ഞങ്ങൾ ഈ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള വർക്കും ഡിസൈനുകളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിട്ടോ. ഇതായിരുന്നു കേട്ടോ ഇളച്ചിയുടെ ഡിസൈന്. പ്ലെയിൻ ഗൗണും അതുപോലെ തന്നെ അതിൽ സ്ലീവിലും ബോട്ടത്തിലും അതുപോലെ ഷാളിൽ രണ്ട് സൈഡിലും ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സാരി ഗൗൺ ആയിട്ടായിരുന്നു കേട്ടോ വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ചയും അതിലേറെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളച്ചിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഞാൻ നാത്തൂന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നാത്തൂന് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് മതിയെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ത്രെഡ് വർക്കും അതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ലീഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൾക്ക് നമ്മൾ അനാർക്കലി ഗൗണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സാരി ഗൗൺ ആയിട്ടാണ് വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ 10 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 5 ദിവസം നാത്തൂന് വേണ്ടിയിട്ട് 5 ദിവസം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള 5 ദിവസം കൊണ്ട് 5 ദിവസത്തിൽ 6 ദിവസം എടുത്തിട്ടോ നാത്തൂന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഷാള് നമ്മൾ സ്കാലപ്പ് വരുന്ന ഒരു ലേസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാള് നമ്മൾ സ്പ്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ ഫ്ലവേഴ്സും അതുപോലെ 2 ലീഫും കൂടെ കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഷാള് ഫുള്ളായിട്ട് കൊടുക്കാനൊന്നും ടൈം ഇട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഭാഗത്ത് മാത്രമാണ് കേട്ടോ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ ഈ സിമ്പിൾ ഗൗൺ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അവസാനത്തെ 4 ദിവസം കൊണ്ട് ചെയ്ത വർക്കാണ് കേട്ടോ ഈ ഒരു വർക്ക്. അത് എനിക്ക് വേണ്ടി ചെയ്ത് തന്നെയാണ്. ഈ ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കായിരുന്നു. ഇതുവരെ ഈ ഒരു വർക്ക് ഞാൻ ആർക്കും പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സ്വയം പരീക്ഷിച്ചെന്നെ നോക്കിയതാണ്. 4 ദിവസം കൊണ്ടൊക്കെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവൂലേ? എനിക്ക് തന്നെ സംശയം കേട്ടോ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ഉറങ്ങാത്തൊരു നിന്ന് ചെയ്ത വർക്കാണ് കേട്ടോ ഈ ഒരു വർക്ക്. അതിനിടയിൽ പകലൊന്നും എനിക്ക് എൻ്റെ മോനും കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കര സീനായിരുന്നു. അവന് അസുഖവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് വിടാതുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവസാനമായപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനും കരച്ചിലൊക്കെ വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു. എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഇത് തീർക്കണം എന്നുള്ളൊരു വാശിയും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഒരു വർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വർക്ക് ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അത്രയ്ക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇനിയും ഒരുപാട് വർക്കുകളൊക്കെ ഇതിലേക്ക് ആഡ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയപരിധി മൂലം ഈ ഒരു വർക്ക് കൊണ്ട് ഞാൻ ചുരുക്കിയേക്കായിരുന്നു. എങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വർക്ക്. പിന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷമായി. അങ്ങനെ മറ്റുള്ളവരുടെ നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളെടുത്ത എഫേർട്ടൊന്നും അല്ലാതായി തോന്നും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഔട്ട്ലുക്ക് ഒന്ന് കാണണ്ടേ? അതേ കണ്ടു നോക്കൂട്ടോ. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.